വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ സമര ഐക്യവേദി എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പട്ടികജാതിക്കാർക്ക് വീട് വയ്ക്കാൻ ഭൂമി വാങ്ങിയതിലെ അഴിമതിക്കാരെ പുറത്താക്കുക, ഏറാക്കൽ ചാലിൽ ടവർ നിർമ്മാണത്തിന് പഞ്ചായത്ത് നൽകിയ അനുമതി റദ്ദാക്കുക, ചിറക്കൽ ചെറുപുഴ തോട് യാഥാർത്ഥ്യമാക്കുക, പഞ്ചായത്ത് ഭരണസമിതിയും ഭൂമാഫിയയും തമ്മിലുള്ള അവിഹിത ബന്ധം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. വിമത CPM നേതാവ് TL സന്തോഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ നമ്മുടെ മേഖലയിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള ഒരു പ്രദേശമാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കൂടുതൽ പലതവണ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പ്രസിഡന്റുമാരായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലാക്കുക. നമ്മൾ ഈ സതീശിനൊക്കെ പരിചയപ്പെടുമ്പോൾ നല്ല കുട്ടീനൊക്കെ ധാരണ അല്ല, വ്യക്തിപരമായിട്ടുള്ള ഗുണവും ദോഷമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പട്ടികജാതിക്കാർക്ക് വേണ്ടി മറ്റേ വീട് വെക്കാൻ സ്ഥലം വാങ്ങുമ്പോൾ മറ്റേ ചന്ദ്രാപ്പിനിക്കാർക്ക് എടുത്തിരുത്തി വാങ്ങി, ആയിക്കോട്ടെ എടുത്തിരുത്തിയില് ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥലം വാങ്ങുന്നത്, അതൊരു ഇടക്കാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥലം വാങ്ങുന്നത് എന്നുള്ളതാണ് പ്രശ്നം. 28,000 റുപ്യ സെന്റിനായിട്ട് ഭൂമി വാങ്ങിയെന്നാ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രസിഡന്റിന്റെ പാർട്ടിയിൽപ്പെട്ട ചില ആൾക്കാര് കച്ചവടാക്കിയ ഭൂമി കരാറും കൊണ്ടുവന്നിട്ട് ആദ്യം എഴുതി കൊടുത്തു. കരാറും കൊണ്ടുവന്ന് എഴുതി കൊടുത്തപ്പോൾ പറഞ്ഞു കരാറ് പറ്റില്ല, ഉടമസ്ഥൻ വേണം. അപ്പോൾ ഉടമസ്ഥനെ കൊണ്ടുവന്ന് എഴുതി കൊടുപ്പിച്ചു ഭൂമി വാങ്ങി തീരുമാനമായി. ഞാൻ പറഞ്ഞ എനിക്ക് സന്നദ്ധതയുണ്ട്, ഞാൻ ഭൂമി തരാമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത ആള് എഴുതി കൊടുത്തതിനേക്കാളും 30% സംഖ്യ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. എത്ര? 3,54,000 റുപ്യ. പിന്നെ ഈ പറയുന്ന 65 സെന്റ് ഭൂമിയിൽ 5 കോളുണ്ട്. ഇതൊക്കെ തന്നെ സ്കെച്ചും കാര്യങ്ങളൊക്കെ തന്നെ പഞ്ചായത്തിന്റെ കയ്യിലുണ്ട്, നാട്ടുകാരുടെ കയ്യിലുണ്ട്. സമരസമിതി ചെയർമാൻ NN അനിലൻ അധ്യക്ഷനായി. AM ഗഫൂർ, അടിപ്പറമ്പിൽ പ്രശോഭിതൻ, KG സുരേന്ദ്രൻ, KV സനൽ, സാമി പട്ടരുപുരയ്ക്കൽ, VP രഞ്ജിത്ത്, MV പ്രദീപ് ലാൽ, EV ദിനേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തീരദേശത്തിന്റെ ആവേശമായി 1000 കണ്ണി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. 33 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. തിരുവമ്പാടി ശിവസുന്ദരൻ ഭഗവതിയുടെ തിടമ്പേറ്റി. തൃത്തലൂർ സെന്ററിന്റെ പുതുപ്പള്ളി കേശവൻ വലംകൂട്ടും യങ്സ്റ്റേഴ്സിന്റെ ചിറക്കൽ കാളിദാസൻ ഇടംകൂട്ടുമായി. കൂട്ടിയെഴുന്നള്ളിപ്പിനു ശേഷം വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം, തിറ, കാവടി വരവ്, പന്തം വീശൽ എന്നിവയും ഉണ്ടായിരുന്നു. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് KSEB തൊഴിലാളികൾ പെരിഞ്ഞനത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC ജില്ലാ പ്രസിഡന്റ് KN രാമൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നാളെയും മറ്റന്നാളുമായി 48 മണിക്കൂർ പ്രക്ഷോഭത്തിലേക്ക് ഏർപ്പെടുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച ഷാജി സൂചിപ്പിച്ചതുപോലെ നവ ലിബറൽ നയത്തിന്റെ ഭാഗമായി
യൂറോപ്യൻ രാഷ്ട്രങ്ങളൊക്കെ തന്നെ 2007 അവസാന ഘട്ടത്തിൽ സാമ്പത്തികമായി ഒരു ചീട്ടുകൊട്ടാരം തകരുന്നത് പോലെ തകർന്നടിഞ്ഞപ്പോൾ ആ വിദേശ രാജ്യങ്ങളിലൊക്കെ പരാജയപ്പെട്ട ഒരു തന്ത്രം പുത്തൻ ഉദാഹരണവൽക്കരണവും. ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് അസോസിയേഷൻ CITU യൂണിറ്റ് സെക്രട്ടറി KA ഷാജി, INTUC യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി മുഹമ്മദ് ഉസ്മാൻ, ഷിനോജ് എന്നിവർ സംസാരിച്ചു. തകർന്ന് കുണ്ടും കുഴിയുമായ റോഡിൽ പ്രളയം കൂടിയതോടെ യാത്ര ദുഷ്കരമാകുന്നു. പെരിഞ്ഞനം സെന്ററിൽ നിന്ന് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്കും RMVHS സ്കൂളിലേക്കുമുള്ള പ്രധാന റോഡിനാണ് ദുർഗതി. പടിയൂർ പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന കുറ്റിലക്കടവ് നടപ്പാലം വരെയുള്ള ഈ റോഡ് തകർന്നിട്ട് മാസങ്ങളായി. പഞ്ചായത്ത് അറ്റകുറ്റപ്പണിക്കായി ഫണ്ട് നീക്കിവെച്ചെങ്കിലും ജില്ലാ പഞ്ചായത്ത് റോഡ് ഏറ്റെടുത്തതോടെ പിൻവാങ്ങി. അറ്റകുറ്റപ്പണിക്കായി 3 മാസം മുൻപ് സാമഗ്രികൾ ഇറക്കിയതല്ലാതെ ജില്ലാ പഞ്ചായത്ത് പണി ആരംഭിച്ചില്ല. ഇതിനിടെ തിങ്കളാഴ്ച രാത്രി സാമഗ്രികൾ ഇറക്കിയ ഭാഗത്ത് റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന വിതരണ പൈപ്പ് തകർന്നു. വെള്ളം ചീറ്റിയൊഴുകി റോഡിൽ പ്രളയമായി. പമ്പിംഗ് നിർത്തിവെച്ചതോടെ കയ്പമംഗലം തൊട്ട് SN പുരം വരെ കുടിവെള്ളവും മുടങ്ങി. ചൊവ്വാഴ്ച പുലർച്ചെ ലഭിച്ച കനത്ത മഴയിൽ റോഡിലെ പ്രളയം പൂർണ്ണമായി. ആശുപത്രിയിലെത്തേണ്ട രോഗികളും സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളും നീന്തേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ISRO മുൻ ചെയർമാൻ G മാധവൻ നായർ വെള്ളിയാഴ്ച ചന്ദ്രാപിന്നി SN വിദ്യാഭവനിൽ എത്തും. സ്കൂളിന്റെ 35ാമത് വാർഷിക ദിനത്തിന്റെ ഭാഗമായി നടക്കുന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനും വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനുമാണ് ഈ ശാസ്ത്ര പ്രതിഭ SNൽ എത്തുന്നത്. രാവിലെ ആരംഭിക്കുന്ന പരിപാടിയിൽ 11-ന് സംവാദവും 3 മണിക്ക് ഉദ്ഘാടന സമ്മേളനവും നടക്കും. മുതിർന്ന അധ്യാപകരെ ആദരിക്കുന്നതോടൊപ്പം കലാപരിപാടികളും അരങ്ങേറും. അത്യാധുനിക സൗകര്യങ്ങളോടെ റോക്ക് സ്പോർട്ട് ഫിറ്റ്നസ് സെന്റർ കാളമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ റുക്കിയ അലി, ഫാത്തിമ ഹുസൈൻ എന്നിവർ ചേർന്നാണ് റോക്ക് സ്പോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആരോഗ്യ സംരക്ഷണത്തിനും കായികശേഷി വർധനയ്ക്കുമുള്ള സംവിധാനങ്ങൾ കുറവായ തീരദേശത്ത് റോക്ക് സ്പോർട്ട് ആ കുറവ് നികത്തുന്നു. 3000 സ്ക്വയർ ഫീറ്റിൽ വിദേശ നിർമ്മിത കായികോപകരണങ്ങൾ ക്രമാനുഗതമായി ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ പരിശീലനം, അന്താരാഷ്ട്ര സർട്ടിഫിക്കറ്റുകൾ നേടിയ പരിശീലകരുടെ സേവനം, ശരീരഭാരം കുറച്ച് ഓജസ്സും ഉന്മേഷവും നിലനിർത്തുന്നതിനുള്ള എയ്റോബിക്സ് മെഷീനറികൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ നിയന്ത്രണ ഉപകരണങ്ങളും പരിശീലനവും എന്നിവ റോക്ക് സ്പോർട്ടിന്റെ പ്രത്യേകതയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക പരിശീലകരുള്ള റോക്ക് സ്പോർട്ട് തീരദേശത്തെ ഏറ്റവും വിശാലമായ ഫിറ്റ്നസ് സെന്ററാണ്. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര ഭഗവതി ക്ഷേത്ര ഉത്സവത്തിന്റെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനയുടെ പുറകിൽ ആഡംബര കാർ ഇടിച്ചു. ആനയ്ക്കും ആനപ്പുറത്തിരുന്ന 3 പേർക്കും കാറിലുണ്ടായിരുന്ന 9 പേർക്കും പരിക്ക്. കേരളത്തിലെ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും നിരന്തരമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവർ അപരാധികളും പീഡിപ്പിക്കുന്നവരെ നിരപരാധികളുമായാണ് UDF സർക്കാർ കാണുന്നതെന്നും PK ശ്രീമതി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ സമര ഐക്യവേദി എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി.